السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആയത്തുൽ കുർസിയിലെ വസിയ കുർസിയു സമാവാതി വൽ അർദ് എന്ന ഭാഗമാണ് ഇനി വിശദീകരിക്കുന്നത്. ഈ കുർസി ഇതിൽ കടന്നു വരുന്നതുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന് പേര് വന്നത്. പേരിടാൻ എവിടെങ്കിലും ആ വിഷയത്തിന്റെ ചർച്ച ഉണ്ടായാൽ മതി, എല്ലായിടത്തും വേണമെന്നില്ല. ഇപ്പൊ സൂറത്തുൽ ബക്കറ, അൽ ബക്കറ എന്ന് പറഞ്ഞ പശു എന്നാണ്. എല്ലായിടത്തും പശുവിനെ കുറിച്ച് ചർച്ച ഒന്നുമില്ല. ഒരു ചെറിയ ഏരിയയിൽ പറഞ്ഞിട്ടുണ്ട് പശുവിനെ കുറിച്ച്. വൈദ ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറതൻ ഖാലു അതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ ഖാല ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ ഫാരിദുൻ വലാ ബിക്റുൻ അവാനും ബൈന ദാലിക ഫഫഅലു മാ തുമറൂൻ قالوا ادع لنا ربك ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين قالوا ادع لنا ربك ما هي إن البقرة تشابه علينا وإنا إن شاء الله لمهتدون قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. കഴിഞ്ഞു. ഈ പശുവിനെ കുറിച്ച് ഒന്നുമില്ല. ഈ 4 ആയത്തുള്ളതുകൊണ്ടാണ് അതിന് അൽ ബക്കറ എന്ന് പേര് വന്നത്. അത് സാഹിത്യം അങ്ങനെയാണ്. ഇത് അറിയാത്ത ചില യുക്തിവാദികൾ കളിയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സാഹിത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എവിടെങ്കിലും ഒരു ചർച്ച ഉണ്ടായാൽ മതി. ഇപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന് ചെമ്മീൻ എന്നുള്ളൊരു ലേഖനുണ്ട്. ചെമ്മീനൊരു മൂലയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. അതിന് ആ ലേഖനത്തിന് ചെമ്മീന്ന് പേരിട്ട്. പാത്തുമ്മാന്റെ ആട് എന്നുള്ളൊരു പുസ്തകമുണ്ട്. എല്ലായിടത്തും പാത്തുമ്മ ആടൊന്നുമില്ല. അതങ്ങനെയാണ് അതിന്റെ രീതി. അറിയാത്തോണ്ടാണ്. ആ വസിയ കുർസിയു സമാവാതി, ആ കുർസി ഇതിൽ വന്നുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന് പേര് വെക്കപ്പെട്ടത്. ഞാൻ അതിനെ ഒരു 3-4 വ്യാഖ്യാനങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ തീരൂല. വസിയ വിശാലമായിരിക്കുന്നു, വിശാലമായിരിക്കുന്നു എന്നർത്ഥമുണ്ട്, സാധ്യമായി എന്നർത്ഥമുണ്ട്. ഒരു ഹദീസ് ഉണ്ടല്ലോ, ലൗ കാന മൂസ ഹയ്യൻ മാ വസിഅഹു ഇല്ല തിബാഇ. അവിടെ വിശാലമാവുക എന്നല്ല, അവിടെ സാധ്യാവൂല. ഇവിടെ വിശാലമായിരിക്കുന്നു. കുർസിയുഹു, അതിനൊരു വ്യാഖ്യാനം യഥാർത്ഥത്തിൽ കുർസി തന്നെയാണ്. കുർസി എന്ന് പറഞ്ഞാൽ കസേര എന്നാണ് നേരെ അർത്ഥം. എന്താണ് ആ കസേര? ഇത് നമ്മൾ കരുതിയ പോലുള്ള ഒരു കസേര ഒന്നല്ല. പിന്നെ ഈ 7 ഭൂമി തട്ടായിട്ടുള്ള ഇത് സത്യത്തിൽ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഒരു കോഴിമുട്ടമായിരിക്കും. നമ്മൾ അതിന്റെ ഉള്ളിൽ പെട്ടിക്കണേ. ആകാശം നമ്മളെ മേലല്ല, നമ്മളെ റൗണ്ട് ഇട്ടിട്ടാ സത്യത്തിലുള്ളത്. നമ്മൾ ഇവിടെ നോക്കും, മേലേക്ക് നോക്കുമ്പോൾ കാണുകയെന്ന് മാത്രം. ഈ തേങ്ങ സങ്കല്പിച്ചോളി, അതിൻ്റെ ഉള്ളിൽ കഴമ്പുണ്ടല്ലോ, ആ കഴമ്പിൽ ചപ്പിയ ഉള്ളിൽ പതിഞ്ഞു കിടക്കുന്നവരാണ് നമ്മൾ. അതിന്റെ മേലെ ഒന്നുണ്ട്, അതിന്റെ മേലെ ഒന്നുണ്ട്, അതിന്റെ മേലെ ഒന്നുണ്ട്, ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഉള്ളിലെപ്പെട്ടത് പൊളിഞ്ഞാടി ഒക്കെ കൂടി ഉള്ളിൽ തന്നെയാണ്. നമ്മളതിന്റെ റൗണ്ടില്ല, അടിക്ക് ഇങ്ങനെ റൗണ്ട് ഇട്ട് കുറയാണ്, ഭൂമി ഒരു കുറയാണ്. ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ട് ഏകദേശം കോഴിമുട്ടമായിട്ടുണ്ട്. അപ്പൊ ഇത് മുഴുവനും ഈ 7 ഭൂമിയും 7 ആകാശം. 7 ആകാശം എന്നൊക്കെ പറയുമ്പോൾ എന്തായിരുന്നു? നമ്മൾ ഈ നോക്കിയ കാണുന്നതിന് 40,000 കോടി നക്ഷത്രങ്ങളാണ് ആ കാണുന്നത്. 40,000 കോടി നക്ഷത്രങ്ങളാണ് ക്ഷീരപഥം. അതിന് മിൽക്കി വേ എന്നാണ് പറയാ. കാരണം കണ്ടാ പെട്ടെന്ന് വെള്ളയാണ്. മിൽക്ക് എന്ന് പറഞ്ഞ പാലാണല്ലോ, അതുകൊണ്ടാണ് ആ പേര് വരാൻ കാര്യം. അങ്ങനത്തെ കോടി നക്ഷത്രങ്ങളുണ്ട്. 40,000 കോടി നക്ഷത്രങ്ങളിൽ ഒരു ചെറുത് മാത്രമാണ് സൂര്യൻ. ചെറുത്, വലുതൊന്നല്ല, വളരെ ചെറുത്, വളരെ ചെറുത്. അങ്ങനത്തെ കോടാന കോടി നക്ഷത്രങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ഈ കുർസി ഉണ്ടല്ലോ, ഇതിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടാൽ മരുഭൂമിയിൽ വീണ മോതിരക്കല്ലിന്റെ വലിപ്പം ഉണ്ടാവും. അറേബ്യൻ മരുഭൂമിയിൽ എന്റെ ഈ മോതിരം കൊണ്ടുപോയിട്ട എങ്ങനെയാണ്? അങ്ങനെയാണ്. ഇതൊക്കെ കൂടി കുർസീന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ടാണ്ടാകുക. അപ്പൊ ആ കുർസി എന്തായിരിക്കും? ആ കുർസീന്റെ വലിപ്പം എത്രയായിരിക്കും? റൂഹുൽ ബയാൻ എന്നുള്ള കിതാബിൽ കാണാം, അതിന്റെ 3-ാം വാള്യത്തിൽ കാണാം. കുർസി 4 മലക്കുകളാണ് വഹിച്ചിട്ടുള്ളത്. അതിന്റെ ചാർജുള്ളത് 4 മലക്കുകൾക്കാണ്.
ഒരു മലക്ക് മനുഷ്യന്റെ രൂപത്തിലാണ്, യഥാർത്ഥത്തിൽ ആദം അലൈഹി ഇസ്ലാമിന്റെ രൂപത്തിലാണ്. ഈ മലക്ക് ഇങ്ങനെ നിരന്തരമായി ദ്വാരക്കുന്നത് മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കണേ, റിസ്ക് കൊടുക്കണേ റബ്ബേ, റിസ്ക് കൊടുക്കണേ റബ്ബേ. ആ ദ്വാന്റെ ചാർജാണ് ആ മലക്കിനുള്ളത്. വേറൊരു മലക്ക് അത് കാളന്റെ രൂപത്തിലാണ്. ഈ നാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ മലക്കിങ്ങനെ ദ്വാരുന്നുകൊണ്ടിരിക്കും. വേറെ മലക്ക് സിംഹത്തിന്റെ രൂപത്തിലാണ്. മലക്കുകൾക്ക് ഏത് രൂപം പ്രാപിക്കാമല്ലോ, സിംഹത്തിന്റെ രൂപത്തിലാണ്. നാട്ടിലെ മൃഗങ്ങൾക്ക് അന്നം ചോദിക്കുന്നത് കാളരൂപത്തിലുള്ള മലക്കും, കാട്ടിലെ മൃഗങ്ങൾക്ക് അന്നം ചോദിക്കുന്നത് സിംഹം പോലെയുള്ള മലക്കുമാണ്. വേറെ മലക്ക് കഴുകന്റെ രൂപത്തിലാണ്. ആ മലക്ക് ഇങ്ങനെ ദ്വാരക്കുണ്ട്, എല്ലാ പക്ഷികൾക്കും നീ ഭക്ഷണം കൊടുക്കണേ റബ്ബേ, പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണേ റബ്ബേ എന്ന് കഴുകന്റെ രൂപത്തിലുള്ള മലക്കുകളും ദ്വാരക്കുന്നുണ്ട് എന്ന് റൂഹുൽ ബയാൻ കിതാബിൽ ഇസ്മായിൽ അക്കി എന്ന പണ്ഡിതൻ ഇതിന്റെ വിശദീകരണത്തിൽ എഴുതി വെച്ചത് കാണാം. അപ്പൊ നമ്മളെ സങ്കല്പത്തിനപ്പുറമാണ് കുർസി എന്നത്. ആ കുർസി 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട ഒരു തഫ്സീർ. രണ്ടാമത്തെ ഒരു തഫ്സീർ, ഇയാളി കുറെ പ്രയോഗങ്ങൾ ഖുർആനിലുണ്ട്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മുടെ പതിവനുസരിച്ചിട്ടുള്ള ഉപയോഗം അല്ല പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കുർസി എന്ന് പറയുമ്പോൾ അപ്പൊ അർത്ഥം അധികാരം എന്നാണ്. നമ്മൾ പറയില്ലേ, ഓന്റെ കസേര ഞാൻ തെറിപ്പിക്കുന്നു പറയലുണ്ട്, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ. ഇനിയിപ്പോ കേൾക്കാൻ നിങ്ങൾക്ക് അതിന്റെ സമയമാണ്, സീസണാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ആ കസേര? അല്ല, ആ കസേര എന്താ അതിനെ വടി. അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെ വരിക? വസിയ കുർസിയോ, അള്ളാന്റെ അധികാരം വിശാലമായിരിക്കുന്നു. 7 ആകാശങ്ങൾ 7 ഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാം ഭരിക്കണ അല്ല എന്നതിന്റെ അർത്ഥം. അതാണ് രണ്ടാമത്തെ തഫ്സീർ. എല്ലാം ഭരിക്കണ അല്ലയാണ്. അള്ളാന്റെ അധികാരത്തിന്റെ പരിധിയിൽ നിന്ന് ഒരു മണൽത്തരി പോലും, ഒരു കമ്പ് പോലും, ഒരു വള്ളി പോലും, ഒരു പുഴു പോലും, ഒരു അണു പോലും, ഒരു പൂമ്പാറ്റ, ഒരു പൂ ഒന്നും ഒഴിവല്ല. എല്ലാത്തിലും അള്ളാന്റെ ഭരണമുണ്ട്, അള്ളാന്റെ അധികാരമുണ്ട്. കടപ്പുറത്തെ മണൽത്തരികൾ എത്രയെന്ന് അറിയുന്ന ഏതെങ്കിലും ഒരു ഹൽക്ക് ഭൂമിയിലുണ്ടോ? എന്നാ എത്ര മണൽത്തരികൾ അവിടെ ഉണ്ട് എന്ന് അള്ളാഹ്ക്ക് അറിയാം. തിരമാലയിൽ നൊരച്ചു പൊന്തുന്ന വെള്ളത്തിന്റെ ലിറ്റർ അറിയുന്ന ആളുകളുണ്ടോ? അത് അള്ളാഹ്ക്കറിയാം. ഒരു ദിവസം എത്ര തിരമാലയാണ് അടിക്കുന്നത് ആർക്കെങ്കിലും അറിയാം? അത് അള്ളാഹ്ക്കറിയാം. ഒരു ദിവസം എത്ര ഇലയാണ് കൊഴിഞ്ഞു വീഴുന്നതെന്ന് ആർക്കെങ്കിലും അറിയാം? അത് അള്ളാഹ്ക്കറിയാം. എത്ര ഇല എവിടെ വീഴണം എന്ന അള്ളാന്റെ തീരുമാനമാണ്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാന്റെ അധികാരമാണ്. അങ്ങനെ മറ്റൊരു തഫ്സീർ. ഇനി വേറൊരു തഫ്സീർ എന്താ വെച്ചാൽ അത് ഇങ്ങനെയാണ്. അവിടെ കുർസി എന്ന് പറഞ്ഞാൽ ഇൽമ് എന്ന് അർത്ഥം. കാരണം ഇൽമിനേക്കാൾ വലിയ അധികാരമില്ല. ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തൂത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. അവിടെ അൽ മുൽക്ക് എന്നതിന് ചില മഹാന്മാർ, വലിയ ചില മഹാന്മാർ കൊടുത്ത തഫ്സീർ അൽ ഇൽമ് എന്നാണ്. കാരണം ഇൽമിനേക്കാൾ വലിയ രാജാധികാരമില്ലല്ലോ. ഈ ആലിമനല്ലേ രാജാവ്. പട്ടം കെട്ടാത്ത, കിരീടം വെക്കാത്ത, നമ്മൾ സാധാരണ പറയില്ലേ കൊടി പിടിക്കാത്ത ഗാന്ധി എന്ന് പറയില്ലേ, എന്നുപോലെ കിരീടം വെക്കാത്ത രാജാവ്, അത് തന്നെയാണ് ആലിമ്. മറ്റുള്ളൊക്കെ വന്നു പോണല്ലേ 5 കൊല്ലം. ഇപ്പൊ ഇതുവരെ മന്ത്രിമാരാരും ചിലപ്പോ കണ്ട് മാറും, അല്ലെങ്കിൽ മാറും. ഞാൻ പറയാൻ പ്രവചിക്കല്ലോ കേട്ടോ, നിന്റെ തൊള്ളയും നോക്കണ്ട. ഇവിടെ വിട്ടാളി വേറെ എവിടെയും എടുത്തോളി. അങ്ങനെ മാറിക്കളിക്കല്ലേ, ഇലക്ഷൻ വരുമ്പോ മാറിക്കളിക്കല്ലേ. ഇതല്ല ഇവിടുത്തെ ഭരണങ്ങൾ മുഴുവനും. ഒരു പണ്ഡിതന്റെ അധികാരം എന്നുള്ളത് മാറിക്കളിക്കണം. ഷാഫി ഇമാമിന്റെ അധികാരം 5 കൊല്ലത്തിനുള്ളതാ അല്ലല്ലോ. അഹമ്മദ് ഹംബലിന്റെ അധികാരമുണ്ട് 5 കൊല്ലത്തിനുള്ളതല്ലോ. അത് ഏതെങ്കിലും മണ്ഡലത്തിലുള്ളതല്ല അല്ലല്ലോ. ജനാധിപത്യ വിശ്വാസികളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ ആളാണോ അബൂ ഹനീഫ റളിയല്ലാഹു അല്ലല്ലോ. അവർക്ക് അധികാരമുണ്ട്. അത് എന്നൊക്കെ ഉള്ള അധികാരമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അധികാരം എന്ന് പറഞ്ഞാൽ പാണ്ഡിത്യാണ്. അപ്പൊ അതിന്റെ അർത്ഥം വസിയ കുർസിയോ, അള്ളാന്റെ ഇൽമ വിശാലമായിരിക്കുന്നു. അസ്സമാവാതി വൽ അർദ്, 7 ആകാശങ്ങളും 7 ഭൂമിയിലും അവിടെ നടക്കുന്ന എല്ലാ സംഗതികളും അള്ളാന്റെ ഇൽമുള്ളതാണ്. ഒന്നും ഇൽമിന്റെ പുറത്തു പോകുന്നതല്ല എന്ന്. മറ്റൊന്ന് ഇതിൽ കൂട്ടി വായിക്കാനുള്ളത്, ഇത്തരം പ്രയോഗങ്ങള് നമ്മുടെ ഉപയോഗത്തിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ അള്ളാഹ് ചെയ്തു തന്നെ. അതുകൊണ്ട് ഹാജറുൽ അസ്വദ് അള്ളാന്റെ കയ്യാണെന്ന് ഹദീസിലുണ്ട്. എന്താ അതിന്റെ അർത്ഥം? കാബയെ കുറിച്ച് ബൈത്തുള്ള എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം അതിന്റെ ഉള്ളിൽ അള്ളാഹ് കിടന്നുറങ്ങുന്നുണ്ടെന്നാ. അപ്പൊ അള്ളാഹു തആല ഇത് 4 കൊണ്ടാണ് കൂട്ടി വായിച്ചാൽ മതി. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അപ്പൊ അർശ് സിംഹാസനം, അതിൻ്റെ ഉള്ളിലൊരു കസേര. വസിയ കുർസിയുഹു, അപ്പൊ അതിൻ്റെ ഉള്ളിൽ കസേര.
ഞാൻ അള്ളാന്റെ പോര അത് കാബ, അള്ളാന്റെ കൈ അതാണ് സ്വത്. ഇതിങ്ങനെ അർത്ഥം വെച്ചാ അത് മലയാളത്തിൽ അർത്ഥം വെച്ച് മനസ്സിലാക്കില്ല. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഓരോ പ്രയോഗങ്ങളാണ്. കാരണം എന്താ, ഒരു വലിയ രാജാവിന്റെ പോര ആളുകൾ ഇങ്ങനെ വലയം ചെയ്യും. അങ്ങനെ തന്നെയല്ലേ കാബ ഷരീഫ് എപ്പോഴും തോഫല്ലേ. വലിയ അധികാരി രാജാവാണെങ്കിൽ ആ രാജാവിന്റെ പോരന്റെ ചുറ്റുഭാഗത്ത് എപ്പോഴും ആളുകൾ ഉണ്ടാവും. അള്ളാന്റെ ബൈത്ത് എന്ന് പ്രയോഗിക്കപ്പെട്ട ആ മന്ദിരത്തിന്റെ ചുറ്റുഭാഗത്ത് സദാ മനുഷ്യന്മാരാണ്. പിന്നെ വലിയ വലിയ ആളുകളുടെ കൈയൊക്കെ പിടിച്ച് ചുംബിക്കും. അജലസിന് ചുംബിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രയോഗം നടത്തി എന്നല്ലാതെ അജലസ് അള്ളാന്റെ കയ്യാന്ന് വിശ്വസിക്കാൻ പാടില്ല. അള്ളാന്റെ പൊരയാണ് കാബ എന്ന് പറയുമ്പോൾ അതിൽ അള്ള താമസിക്കേണ്ടതെന്ന് വിശ്വസിക്കാൻ പാടില്ല. എന്നപോലെയാണ് വസിയ കുർസിഹു എന്നതും അർ-റഹ്മാനു അൽ-ഇസ്തവ എന്നതൊക്കെ. ഇതിലിപ്പോ ഈ കസേരയിൽ അള്ള ഇരിക്കുന്നുണ്ടെന്ന് അർത്ഥം വെച്ച ഈ കസേര ഹൽക്കല്ല. അപ്പൊ ഇതിനു മുമ്പ് അള്ള എവിടെ ഇരുന്ന് നോക്കേണ്ടി വരും. ഈ കസേരയിൽ അള്ള ഉണ്ട് എന്നാണ് അർത്ഥം വെച്ചാ അപ്പൊ കസേര പിന്നെ ഉണ്ടായതല്ലേ. ആ കസേരന് മുമ്പ് അള്ള എവിടെയിരുന്നു? അള്ളാഹ്ക്ക് സ്ഥലം വേണോ കാലം വേണോ? അവൻ സ്ഥലകാല അതീതനാണ്. അവനിലേക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ചേർക്കാൻ പാടില്ല എന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഏതായാലും വസിയ കുർസിയുഹു സമാവാതി വൽ അർള്, 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും വിശാലമായതാണ് അവന്റെ കുർസി. ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും പഠിക്കുമ്പോഴും അറിയാതെ പറഞ്ഞു പോകും. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. പറയണെന്ന് അള്ളാഹിന്റെ വലിയ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് ഇങ്ങനെ കാണുന്ന സമയത്ത് അറിയാതെ മനുഷ്യ മുഅ്മിനീങ്ങൾ പറഞ്ഞു പോകുന്ന റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. എല്ലാ ഓരോ സൃഷ്ടികളും അത്ഭുതമല്ലേ. എല്ലാം പഠിച്ചു നോക്കൂ. ഒക്കെ മഹാ അത്ഭുതങ്ങളല്ലേ. അത്ഭുതമല്ലാത്ത എന്താ ഇവിടെ ഉള്ളത്? തിരമാല എത്ര കാലമായി തുടങ്ങിയിട്ട് അടങ്ങിയിട്ടില്ലല്ലോ. ആരാ അതിന്റെ ബാക്കില്? കടലിൽ പോയോക്കാണ്. നമ്മളിപ്പോ വെള്ളം കലത്തിൽ വെച്ചിട്ട് ഒന്ന് കുട്ടികളെ കളിപ്പിക്കാൻ ഇങ്ങനെ ഒരു വെള്ളത്തിന് ഇങ്ങനെ പഠിപ്പിച്ചാൽ എത്ര മണിക്കൂറപ്പം ഇതുണ്ട്. ഒന്നുകിൽ അവിടെ ചാർജ് പോകും, അല്ലെങ്കിൽ ഇത് കേടുവരും അല്ലേ. പല സാധനങ്ങളും നമ്മൾ അങ്ങാടിയിൽ നിന്ന് വാങ്ങലില്ലേ. ഇങ്ങനെ വെള്ളം തൂറ്റിപ്പിക്കണ ഇങ്ങനെ ഇതേ ഈ ഒറിജിനൽ ഇങ്ങനെ തിരമാലന്റെ ഒരു കളി കളിക്കണ ഒരു സാധനങ്ങൾ ഓടുന്ന നോക്കാണ്. എത്ര ദിവസമാണ് ഉണ്ടാകുക? ഇത് തുടങ്ങിയിട്ട് ഇത് ഒറിജിനൽ തിരമാല, ഒറിജിനൽ കടല് തുടങ്ങിയിട്ട് കാലം എത്രയായി? അടങ്ങണില്ലല്ലോ. ഇങ്ങനെ ഇങ്ങനെ പിന്നെയും 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 പിന്നെയും. യാ അല്ലാഹ്, ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار إن في خلق السماوات والأرض. പാതിരാവിൽ എണീറ്റുകൊണ്ട് ആകാശഗംഗയിലെ നക്ഷത്രങ്ങളെ കണ്ണിൽപ്പെട്ടാൽ ഇത് ചൊല്ലുമായിരുന്നു നബിയുനാ റസൂലുള്ളാഹി. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്ത് ഇറങ്ങിയ ദിവസം സുബ്ഹി വരെ കിടക്കപ്പായിൽ സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു മുഹമ്മദ് മുസ്തഫ. നബിസലാം അങ്ങനെ നിസ്കരിക്കാൻ വിളിക്കാൻ വരും. മഹാനായ ബിലാൽ തങ്ങൾ ഹബീബിനെ വിളിക്കാൻ കൊണ്ടുപോകും. അവ ഈ ആയത്തിറങ്ങിയ ദിവസം ബിലാൽ തങ്ങൾ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. നിയന്ത്രണം വിട്ട് കരയാണ്. ബിലാൽ തങ്ങൾ ചോദിച്ചു, മുത്തനബി എന്താ ഇങ്ങനെ കരയണേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആയത്തോലി കൊടുത്തു. ബിലാലെ, ഈ ആയത്തിന്റെ അർത്ഥങ്ങളിലേക്ക് ചിന്തിച്ചാൽ പെടച്ച് കരയാത്ത മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചു മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളുടെ അത്ഭുതങ്ങളെ വിളംബരം ചെയ്യുന്ന ആയത്താണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട അത്ഭുത പ്രതിഭാസമാണ് കുർസി. വസിയ കുർസിയുഹു അസ്സമാവാതി വൽ അർള് വലാ യഊദു. നാളെ നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ കുർസി ആന്തരികമായ കീമോതെറാപ്പിയാണ്. ആന്തരികമാക്കി എല്ലാ കീടങ്ങളെയും ഉരുക്കിക്കളയുന്ന സ്ഫോടനാത്മകമായ ശേഷിയുള്ള, സ്ഫോടനത്തിനെ കവച്ചു വെക്കുന്ന ശേഷിയുള്ള
ആന്തരിക ചോദനയെ ഉണർത്തുന്ന, ആന്തരിക വിശുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ മഹത്തായ പ്രവിശാലമായ ആയത്തുൽ കുർസി. അള്ളാഹു അത് കൃത്യമായി പഠിക്കാനും യൂസ് ചെയ്യാനും അത് ജീവിതത്തിന്റെ മുഖമുദ്രയാക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവെ പറഞ്ഞും കേട്ടും നീ കബൂലാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുത്ത നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതൻ മർക്കാർ ഉസ്താദിന്റെ മരുമൾക്ക് ഇത്തിരി മാരകമായ രോഗമാണ്. അള്ളാഹു തആല ശിഫയായി കൊടുക്കട്ടെ. കേട്ടാൽ ചില പ്രയാസമുള്ള രോഗം അത്രേ ഉള്ളൂ. അള്ളാഹ്ക്കോ അതിനൊന്നും ഒരു പണിയില്ല. അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ, അള്ളാഹു ശിഫയായി കൊടുക്കട്ടെ. വന്ന വഴിക്ക് അള്ളാഹു ആ രോഗത്തെ അള്ളാഹു തിരിച്ചയക്കട്ടെ. അള്ളാഹു ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ആഫിയത്തും ദീർഘായുസ്സും ഖുദ്റത്തും പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു അവന്റെ ശിഫായുടെ വാതിൽ തുറന്നു കൊടുക്കട്ടെ. അവരുടെ ഭർത്താവ് സാസിലുണ്ട്, അവരെ അറിയുന്നതാണ്, അതുകൊണ്ട് വരുന്നതാണ്. അവർക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ, തവക്കുല് നൽകട്ടെ. നല്ലൊരു ജീവിതം, കുടുംബജീവിതം ആ ഭാര്യ ഭർത്താവിന് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും തകർന്നു പോകുന്ന അവസ്ഥയിൽ നിന്നും നിലംപിടുന്ന അവസ്ഥയിൽ നിന്നും ഇനൊരു നിവൃത്തിയില്ല എന്ന് ഡോക്ടർ പോലും പറയുന്ന അവസ്ഥയിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കട്ടെ. അള്ളാഹു അത് മുഴുവനും ത്വാഅത്തിലും ഖിദ്മത്തിലും അള്ളാഹു ആക്കി തരട്ടെ. മദ്ഹ് പറയാനുള്ള അവസരവും ശേഷിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹിനെയും റസൂലിനെയും പറയാനുള്ള ഉന്മേഷവും ആവേശവും ഇൽമും ത്വാഖത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ദിക്ർ ചൊല്ലിയ ഒരു മരണം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗം കണ്ട പ്രസന്ന ഭാവത്തിൽ പറന്നു പോകുന്ന ഒരു മരണം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. മരിക്കുമ്പോൾ ബേജാറില്ലാതെ ചിരിച്ചു മരിക്കണ ഒരു കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ജീവിതം ദുസ്സഹമാവാതെ കച്ചവടങ്ങളിലും മറ്റൊക്കെ അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. കടങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. വേദനകളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹമത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا ولمن دفنوا حوالينا ولمن أطعمنا ولمن حضروا معنا ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. നന്നായിട്ട് അധികരിപ്പിക്കൊണ്ട് ഇത് കഴിഞ്ഞു പോകണം. അതിന് കൈ പൊന്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് റമദാനിലെ ദിക്റാണ്, അതിൽ ദുആ ഉണ്ട്. ആ കൈ പൊന്തിക്കണം എന്ന് പഠിച്ചിട്ട് അത് ഇതിങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും പോകുമ്പോഴും കടയിൽ നിന്നൊക്കെ ചെല്ലാം. ഇനി ഇത് മൂന്നും കൂടി ചെല്ലാൻ പറ്റണില്ലെങ്കിൽ ആ ലാസ്റ്റത്തെ ചെല്ലിയാൽ തന്നെ മൂന്നും കിട്ടും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ ത്വയ്യിബുൽ. അങ്ങനെ ഒരുപാട് പറഞ്ഞ അള്ളാഹ് ഒന്നെങ്കിലും സ്വീകരിക്കാക്കൂലല്ലോ, അവർ രക്ഷപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.